മോഹൻലാലിന്റെ മകളായതുകൊണ്ട് മാത്രം സിനിമയിൽ വിജയിക്കാൻ പറ്റുമോ? ഈ ചോദ്യം ഇപ്പൊ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി എത്തിയ സിനിമയാണല്ലോ തുടക്കം. ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകൾ സിനിമയിലോട്ട് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് എന്താണ്? ആദ്യ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വിഭാഗം ആൾക്കാർ പറയും, അച്ഛൻ മോഹൻലാൽ അല്ലേ, അവസരം കിട്ടാൻ എന്താ ബുദ്ധിമുട്ടോ? അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട് കേട്ടോ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സിനിമയിലോട്ട് വരുന്ന ഒരാൾക്ക് കിട്ടാത്ത പല അവസരങ്ങളും കണക്ഷൻസും ഒരു താരപുത്രയ്ക്കോ അല്ലെങ്കിൽ താരപുത്രനോ തുടക്കത്തിൽ കിട്ടിയേക്കാം. പക്ഷെ അവസരം കിട്ടുന്നതും സിനിമയിൽ നിലനിൽക്കുന്നതും രണ്ടും രണ്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ മലയാള സിനിമയിൽ തന്നെയുണ്ട്. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിന് വലിയൊരു പേര് കൂടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ കാര്യവും ഇതുപോലെ തന്നെ. പക്ഷെ അച്ഛന്റെ പേര് മാത്രം ഉപയോഗിച്ച് വർഷങ്ങളോളം പ്രേക്ഷകരെ തിയേറ്ററിലോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് പറ്റത്തില്ല. കാരണം ആദ്യത്തെ ഒരു ടിക്കറ്റ് ചിലപ്പോൾ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് കേട്ട് നമ്മൾ എടുത്തേക്കാം. പക്ഷെ രണ്ടാമത്തെ ടിക്കറ്റ് എടുക്കുന്നതിന് നിങ്ങളുടെ കഴിവ് തന്നെ വേണം. അതുകൊണ്ടാണ് വിസ്മയ മോഹൻലാലിന്റെ കാര്യവും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. തുടക്കം റിലീസായതിനു ശേഷം സിനിമയിൽ ലഭിക്കുന്ന പ്രതികരണങ്ങളും ബോക്സ് ഓഫീസ് പ്രകടനവും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസത്തിൽ തന്നെ ലോകവ്യാപകമായി 20 കോടി മുകളിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കേൾക്കുന്നു. അതേസമയം വിസ്മയുടെ അരങ്ങേറ്റത്തിന് സിനിമാ മേഖലയിൽ തന്നെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആശംസകളായിട്ട് എത്തിയായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റൊന്നാണ്. മോഹൻലാൽ എന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ താരങ്ങൾ ഒരാളുടെ മകളായി സിനിമയിലോട്ട് വരുന്നത് ഒരു അഡ്വാൻറ്റേജസ് മാത്രമല്ല, അത് വലിയൊരു പ്രഷർ കൂടിയാണ്. ഒരു സാധാരണ പുതുമുഖം ഒരു സീൻ മോശമായി ചെയ്താൽ നമ്മൾ പറയും, പുതിയ കുട്ടിയല്ലേ, പോട്ടെ, മെച്ചപ്പെടുമെന്ന്. പക്ഷെ വിസ്മയുടെ കാര്യം നേരെ തിരിച്ചാണ്. ഒരു സീൻ മോശമായി ചെയ്താൽ അടുത്ത നിമിഷം തന്നെ കമ്പാരിസൺ വരും, മോഹൻലാലിന്റെ മകളല്ലേ. അതാണ് സ്റ്റാർ കിഡ് ആയിരിക്കുന്നതിന്റെ മറ്റൊരു വശം. വാതിൽ എളുപ്പത്തിൽ ചിലപ്പോൾ തുറന്നു കിട്ടും, പക്ഷെ വാതിലിനുള്ളിൽ എത്ര കാലം നിൽക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് വിസ്മയ മോഹൻലാലിന്റെ യഥാർത്ഥ പരീക്ഷണം ആദ്യ സിനിമയല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനിമകളായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം, വിസ്മയ മോഹൻലാലിന്റെ ഒരു മികച്ച നടിയെ നിങ്ങൾ കാണുന്നുണ്ടോ? അതോ മോഹൻലാലിന്റെ മകൾ എന്ന ഹൈപ്പ് മാത്രമാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറയാൻ പഠിക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അജീഷ്, എം കൃഷ് സ്റ്റുഡിയോസ്. ബൈ.